2024 ഒക്ടോബർ 1 വയോജന ദിനം. അന്ന് MGU3A ഹാപ്പി വില്ലേജിൽ ഡോക്ടർ തോമസ് എബ്രഹാം സർ നിറസാന്നിധ്യമായി. കുറച്ച് പുതിയ അതിഥികളും വന്നു ചേർന്നു. തുടർന്ന് കാണും. എനിക്ക് ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു വാക്ക് എഴുതുക. എന്താ അച്ഛമ്മയുടെ വാക്ക്? സ്നേഹം എന്നാണ് വാക്കുന്നത്. അപ്പൊ എഴുതിക്കൊള്ളുക. അച്ഛമ്മ സ്നേഹം. പെട്ടെന്ന് എഴുതിക്കോണേ. സ്നേഹം. ഓക്കെ. സതീദേവി എന്താണ് വാക്ക്? എഴുതിയോ? എഴുതിയ. പിന്നെ പറഞ്ഞാൽ മതി. ഓക്കെ. ആനി പുതിയ മാർക്ക് എഴുതണം. ഈ കിട്ടിയ മാർക്കിന്മേൽ തിരുത്തി എഴുതരുത്, പുതിയ എഴുതണം. എന്നിട്ട് ആരാണോ ഈ മാർക്ക് കൊടുത്തത്, പുതുതായിട്ട് കൊടുത്ത ആളുടെ പേര് താഴെ എഴുതണം. കാരണം ഇന്ന് വീട്ടിൽ ചെന്നിട്ടേ ഭർത്താവിനെ കാണിച്ചിട്ട് പറയണം, നിങ്ങൾക്ക് എന്റെ മുഖമൊക്കെ പിടിക്കുന്നില്ല, കണ്ടില്ലേ സാഹിത്യം എനിക്ക് എത്ര മാർക്ക് തന്നു നോക്ക് എന്ന് പറഞ്ഞ് കാണിക്കാൻ സാധിക്കണം. ഓക്കെ, റെഡി? അപ്പൊ ഇവിടെ ഒരു റീവാലുവേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. 1 മിനിറ്റ് അല്ലെ 1.5 മിനിറ്റ് കൊണ്ട് എല്ലാവരും റീവാലുവേഷൻ കഴിഞ്ഞ് തിരിച്ചു വരണം. ഓക്കെ, റെഡി? ഗോ അഹെഡ്. എനിക്ക് നമ്മുടെ തോമസ് അബ്രഹാം സാർ തന്ന മാർക്കാണ് കേട്ടോ. 10.5 മാറ്റി. മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാൻ എഴുതിക്കും. എന്ത് ഇല്ലെന്ന് നോക്കാതെ എന്തുണ്ടെന്ന് കാണുക. ഇല്ലെന്ന് നോക്കാതെ എന്തുണ്ടെന്ന് കാണുക. ചുറ്റി എഴുതിയാൽ മതി. പേര് എഴുതുക. അത് എന്ത് പറഞ്ഞാൽ അഭിനന്ദിക്കും. കാർത്തികയ്ക്ക് ഇരുപ്പ് കൊണ്ടിട്ട് എന്നെ ഒന്ന് അഭിനന്ദിച്ച് കൊള്ളാൻ തോന്നുന്നുണ്ടല്ലേ? ഉണ്ടോ? ഓക്കെ, താൻ എന്റെ പേര് എഴുതിക്കും. എന്നിട്ട് എന്നെ ഇതിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു കൂടെ എഴുതിക്കും. ഒരു അഭിനന്ദന മേള ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അത് തട്ടി വീഴരുത്. ഓക്കെ, ഇവിടെ ഒരു അഭിനന്ദന മേള മനോഹരമായ കല്യാണ മണ്ഡപത്തിൽ അഭിനന്ദന മേള ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. 1, 2, ready, 3. ഓക്കെ, എല്ലാം ശ്രദ്ധിക്കാം. പിന്നെ ഞാനും എൻ്റെ വാക്കും പിന്നെ പ്രകാശം പരത്തുന്ന മുതിർന്നവർ. ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രകാശം പരത്തുന്ന കുടുംബം. 3 തീംസ്. 1 ചുറ്റുമുള്ള നന്മ കാണുക. 2 പ്രകാശം പരത്തുന്ന വ്യക്തിയാവുക. 3 നിങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. നമ്മുടെ കുടുംബം തന്നെ പ്രകാശമുള്ളതാവട്ടെ എന്നുള്ളതാണ്. ഇനി ആർക്കെങ്കിലും ഉണ്ടോ ഇതൊന്നും അറിയാതെ കൂട്ടിച്ചേർക്കാനായിട്ട്? പിന്നെ ഇല്ലെന്നും ഉണ്ടെന്നും നോക്കാൻ ഒരു സ്വൈകി
പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സെഷനൊന്നും അല്ല പ്രതീക്ഷിച്ചത്. എന്തോ പോലെ കലാപരിപാടി അതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലൊക്കെ അതിന് വേണ്ടി വരണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. അതിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ലായിട്ടല്ല, ഈ വന്നു പോക്ക് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒന്ന് പിന്മാറിയത്. അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ ഫുൾ ടൈം വേണ്ടി ഉണ്ടാവാറുണ്ട്. എല്ലാവരും 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നോട്ട് ചെയ്യുന്നുണ്ടോ? സാജി നോട്ട് ചെയ്യുന്നുണ്ടോ? 9 പേർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം മൊബൈലിനെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ കുറ്റം പറയും. ഇന്ന് എനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹമാണ്. ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കുറ്റം പറച്ചിൽ നിർത്തുക, പകരം നന്മ കാണുന്ന ഒരു ശീലത്തിലേക്ക് വരിക. അത് അയൽവാസിയായിരിക്കാം, വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കാം. ഒന്ന് കാര്യം. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ദൈവം തന്ന അനുഗ്രഹം അത് ഏറ്റു പറയുക. അങ്ങനെ മനസ്സിലേക്ക് മാത്രം പോസിറ്റീവ് എനർജി വരും. നിങ്ങൾ 4 മണിക്കൂർ കുത്തിയിരുന്ന് ഭജന എഴുതുന്നതിനേക്കാളും നല്ലതാണ് ഇത് ഈ ഒരു പോസിറ്റീവ് ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് തെളിയിക്കും. അതിലേക്ക് അർത്ഥം ഉണ്ടാകണമെങ്കിൽ ഇതാണ് വളർത്തുന്ന മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇതാണ്, അതാണ് യുക്തിയെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അംബിക 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കുറ്റം പറയാതിരിക്കുക. മറ്റൊന്ന്, ദൈവം തന്ന ഒരു അനുഗ്രഹം ഞാൻ പങ്കുവയ്ക്കുന്നു, മറ്റേ ആളും പങ്കുവയ്ക്കുന്നു. ഈ 2 ടിക്ക് ചെയ്തിട്ടുള്ള ഒരു കൂടിയില്ലേ? ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഞാനിത് കൈകൊപ്പിക്കുന്നതിനകത്തൊന്നും വലിയ കാര്യമില്ല. പക്ഷെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ സമയം വേഗം വലിച്ചാൽ നെഗറ്റീവ് എനർജി ഇരിക്കുക. ഓക്കെ, ആരെങ്കിലും നിരത്തിക്കുക. ഷാജി ബുക്കെടുക്കാം. ബുക്കെടുത്തിട്ട് മുമ്പിൽ കിട്ടിയ ആളിന്റെ പേരെഴുതിക്ക്. മുമ്പിൽ കിട്ടിയ ആളിന്റെ പേരെഴുതുക. ഓക്കെ, ഗുരുത്വമാണ് എഴുതരുത്. ഗുരുത്വമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. എൻ്റെ ഗുരുക്കന്മാരെ ഞാൻ നന്ദിയോടെ ഓർക്കട്ടെ. എഴുതിക്കും. ഗുരുത്വമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ഗുരുത്വമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അടുത്തതായി, എൻ്റെ ഗുരുക്കന്മാരെ ഞാൻ നന്ദിയോടെ ഓർക്കട്ടെ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് തോളത്തൊരു അടിയൊക്കെ അടിച്ച് എന്നിട്ട് പറഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. ചെന്നപ്പോഴെന്താണ്, ഒരു കവറിൽ അഡ്രസ് എഴുതി വെച്ചിരിക്കുകയാണ്. ടു ദി എഡിറ്റർ, കുട്ടികളുടെ ദീപിക, കോട്ടയം. പറയുകയാണ്, ഇത് ഞാൻ കുട്ടികളുടെ ദീപികയ്ക്ക് അയക്കാൻ പോവാണ്, അത് പബ്ലിഷ് ചെയ്ത് നോക്കിക്കോ. അങ്ങനെ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചു വന്നു. അതിനൊക്കെ കാരണക്കാരിയായ ഒരു ടീച്ചറാണ് എൻ്റെ ടീച്ചർ. അപ്പോൾ നിങ്ങൾക്കൊരു ടീച്ചറുണ്ട്. ആ ടീച്ചറിനെ നന്ദിയോടെ ഓർക്കുക. ആർക്കെങ്കിലും കണ്ണീരോടെ ഓർക്കണമെങ്കിൽ നോക്കാം. ഞാൻ നന്ദിയോടെ 5ാം ക്ലാസ്സിൽ ഒരുവിധം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് വന്നു, കാഴ്ച ബംഗ്ലാവ് കാണാൻ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്, 50 പൈസ വേണം. അത് കേട്ടപ്പോൾ ഞാൻ കുട്ടിലേരി സ്കൂളും എൻ്റെ അമ്മ പഠിപ്പിക്കുന്നത് SN സ്കൂളുമാണ്. ആ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ വഴിക്ക് തന്നെ ഞാൻ എൻ്റെ അനിയനെയും കൊണ്ട്, അന്ന് ചെരുപ്പൊന്നുമില്ല, പതുക്കെ നടക്കുള്ളൂ, അനിയനെ പിടിക്കണം. അങ്ങനെ പിടിച്ചിട്ട് ഉച്ചയ്ക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ ചോറുപാത്രത്തിൽ ചോറുപാത്രത്തിൽ വെള്ളവും പിടിച്ചിട്ട് 4 കൊള്ളുമ്പോൾ ആ വെള്ളം ഒഴിക്കും. അങ്ങനെയാണ് നടക്കുന്നത്.
അങ്ങനെ നടന്ന അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു ഇന്നെ വേണം പൈസ, ഇനിയും ദിവസമല്ലേ, 50 പൈസയാണ്. ഞാനും അനിയനും കൂടി 50 പൈസ വാങ്ങി ഈ ചുണ്ടത്ത് വീണ്ടും അങ്ങോട്ട് നടന്നു. അത് പറയാൻ കാരണം അവിടെ ചെന്ന് പൈസ കൊടുത്തു. പോകേണ്ട ദിവസം രാവിലെ എണ്ണ എടുക്കുന്ന കൂട്ടത്തിൽ ഓരോ ഓറഞ്ച് കയ്യിൽ തന്നിട്ട് എണ്ണ പിടിക്കാനായിട്ട് ടീച്ചേഴ്സ്. അത് എണ്ണ പിടിച്ചിട്ട് ഞാൻ ബസ്സിന്റെ വാതിലെത്തിയപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, കയ്യും കാലില്ലാത്തവരൊക്കെയാണോ ഇത് വരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തി. ഈ ഓറഞ്ച് പിടിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോ കുറച്ചു കഴിഞ്ഞ് എന്റെ അനിയന്റെ വഴി വന്നു, അവനെ ബസ്സിലേക്ക് ഞാൻ നിൽക്കുകയാണ്. ബസ് എല്ലാവരും ഞാൻ അമ്മയുടെ അടുത്ത് പോയി പൈസ മേടിച്ചു എന്ന് പറയുന്നത് എന്റെ ആഗ്രഹത്തിന്റെ തീവ്രത കൊണ്ടാണ്. അന്ന് തന്നെ പോയിട്ട് ഉച്ചയ്ക്ക് തന്നെ പോയി പൈസ മേടിച്ചത് അത്രയും ആഗ്രഹം കൊണ്ടാണ്. ആ എന്നെ മാറ്റി നിർത്തി. അനിയൻ ആഗ്രഹിച്ചു, ചേച്ചി പുറത്ത് നിൽക്കണം, ഞാൻ ഉള്ളിൽ കയറണോ പോണോ, ബസ് കിട്ടാതെ ചെയ്യുന്നവരെ ഞാൻ അങ്ങനെ കരയണോ എന്നുള്ള ഭാവത്തിൽ ഞാൻ നിൽക്കുമ്പോൾ വേറെ എന്റെ സുമതി ടീച്ചറാണ്, മോളില്ലവാ ടീച്ചർ കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൈ പിടിച്ച് ടീച്ചർ തന്നെയാണ് പുറകിൽ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് തന്നെ കയറാൻ പറ്റിയ ബസ്സിൽ ടീച്ചർ എടുത്തു കേൾക്കുന്ന മാതിരിയാണ് എന്നെ ആ ബസ്സിലേക്ക് കയറ്റുന്നത്. ആ ടീച്ചർ ബസ്സിലേക്ക് മാത്രമല്ല എന്റെ ജീവിതത്തിന്റെ പടികളിലേക്കാണ്, ഉയരങ്ങളിലേക്കാണ് എല്ലാം ആ ടീച്ചറെ എന്നെ മാറ്റി നിർത്തിയ ടീച്ചറെ എന്റെ ജീവനോട് ഞാൻ പറഞ്ഞില്ല. 2 പോസിറ്റീവ് നെഗറ്റീവാണ്. ഒരിക്കലും ഒരു അധ്യാപിക ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മളെ പോലുള്ളവർക്ക് സഹതാപം വേണ്ട, സഹതാപമല്ല വേണ്ടത്, ടൈമിലി ഒരു സഹായം. സഹതാപം വേണ്ടേ വേണ്ട, ഒരു സഹായം, ടൈമിലി സഹായം. പിന്നെ എന്നെ കയറ്റിക്കൊണ്ടിരുന്ന 2 സാറന്മാരാണ്, അതാണ് വേണ്ടത്. അതല്ലാതെ അയ്യോ ടീച്ചർ പോകാണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെയൊക്കെ ദൈവം നമ്മൾ പറഞ്ഞ മാതിരി ദൈവസ്നേഹം അറിഞ്ഞറിയിക്കാൻ പറ്റും. എന്നേക്കാളും നേരത്തെ എഴുതി നടത്തുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ ഞാൻ ബെറ്റർ, ബെറ്ററാണ്. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് പലരും മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ പഴയ കൊണ്ടുപോയി പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഈ തളർച്ച എന്ന് പറയുന്നത് ശരീരത്തിനാണ്, മനസ്സാണ് എപ്പോഴും ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്നത്. 68 വയസ്സിൽ നിന്ന് 28ന്റെ മനസ്സാണ് വേണ്ടത്. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഞാൻ ഈ ഒരു സ്ത്രീ 5 അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അമ്മയാവും, മോളാവും, സഹോദരിയാവും, ഭാര്യയാവും, അമ്മയാവും, അമ്മൂമ്മയാവും. ഈ 5 അവസ്ഥയിലൂടെ കടന്നു പോയ ഞാൻ എന്നെ അവിടെയൊക്കെ അത്രത്തോളം എത്തിച്ചത് എൻ്റെ ഈ അധ്യാപികയാണ്. ആ അധ്യാപികയോട് ഞാൻ വളരെ നന്ദിയോടെ സ്നേഹത്തോടെ തന്നെ സ്മരിക്കും. കലഞ്ഞു നിറഞ്ഞാൻ ഓടി വരാൻ പലരുണ്ടായി. ഒരു വീട്ടിലെടുപ്പു പുകഞ്ഞാൻ മറുവീട്ടിൽ പശിയില്ലാതെ. ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൻ ഓടി വരാൻ പലരുണ്ടായി. നാടെങ്ങും മതിയില്ലാതെ നടവഴിയിട വഴി നോടുണ്ടാതെ. 4 മണി പൂവുണ്ടാതെ നല്ലോ ചൊല്ലിനു വിലയുണ്ടാതെ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, അത് വെറുമൊരു നനവാകുന്നു. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയറിവുണ്ടോ? ആ